അവൾ എനിക്ക് കാണാൻ കിട്ടാറില്ല. അതിൻ്റെയൊക്കെ അർത്ഥം സൈറക്കിനോടുണ്ടായിരുന്ന ആത്മാർത്ഥമായ പ്രണയമല്ലെന്നല്ലേ? അവൾക്ക് റയാൻ വെറുമൊരു ടൈം പാസ് മാത്രമായിരുന്നു എന്നല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അവൾ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് കരുതുന്ന എനിക്ക് തെറ്റി. ദിവസം ചെല്ലുന്തോറും എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങി. സൈറക്കായുള്ള എൻ്റെ കാത്തിരിപ്പിന് എൻ്റെ ഫ്രണ്ട്സും, എന്തിനധികം അവളുടെ ഫ്രണ്ട്സ് വരെ എന്നെ കളിയാക്കാൻ തുടങ്ങി. അവളുടെ ഫ്രണ്ട്സ് എന്നെ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. സൈറയുടെ സ്വഭാവം എന്താണെന്ന് ഇന്നുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ലെന്ന് വരെ പറഞ്ഞു. നീ അവൾക്കൊരു വിഡ്ഢിയായിരുന്നു റയാനെന്ന് കൂടി അവരൊക്കെ പറയാതെ പറഞ്ഞു. എങ്കിലും അവൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞതേയില്ല. എന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞവൾക്കായി നശിപ്പിക്കാൻ മാത്രം എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിതം മടുത്തു തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിൽ തെളിഞ്ഞ മുഖം വയ്യാതെ കിടക്കുന്ന ഉമ്മച്ചിയുടെയും എൻ്റെ പൊന്നനിയത്തി കുഞ്ഞിപ്പാത്തുവിൻ്റെയും ആയിരുന്നു. റയാന് വേണ്ടാത്തവളെ റയാനും വേണ്ടെന്ന് മനസ്സിലുറപ്പിച്ചു. ഉമ്മച്ചിക്ക് നൽകിയ വാക്കിന്റെ വിലയിൽ കഴിവിന്റെ പരമാവധി പഠനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. എന്നെ പ്രതീക്ഷിച്ച് കഴിയുന്ന 2 ജീവിതങ്ങൾക്ക് വേണ്ടി മാത്രമായി പിന്നീടുള്ള എൻ്റെ ദിവസങ്ങൾ. കാലക്രമേണ സൈറയെ ഞാൻ മറന്നു. അങ്ങനെ ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വിശ്വസിച്ചു. പഠിച്ചു, നല്ല രീതിയിൽ തന്നെ. വർഷങ്ങൾക്ക് ശേഷം പഠിച്ചിറങ്ങിയ കോളേജിൽ തന്നെ ലെക്ചറായി ജോലി കരസ്ഥമാക്കി. ഉമ്മച്ചിക്ക് ഉയർന്ന ചികിത്സ നൽകി. പാത്തുവിൻ്റെയും പഠനം അവൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. രണ്ടാളുടെയും സന്തോഷം കാണാൻ വേണ്ടി പഴയ വീടും പറമ്പൊക്കെ വിറ്റ് ടൗണിൽ വലിയൊരു വീട് തന്നെ വാങ്ങിച്ചു. അങ്ങനെ അത്യാവശ്യമൊക്കെ നേടിക്കഴിഞ്ഞപ്പോഴാണ് പൊന്നുമോനെ നിക്കാഹാണ് ഇനി ഉമ്മച്ചി കാണേണ്ടെന്ന് ഉമ്മച്ചി പറഞ്ഞു. അന്നേരം ഒരിക്കൽ കൂടെ സൈറയെ ഓർത്തു. വഞ്ചിച്ചു പോയവൾക്ക് വേണ്ടി കൂടുതൽ അന്വേഷണമൊന്നും നടത്തിയില്ല. ഒരുപക്ഷെ അവൾ റയാൻ എപ്പോഴേ മറന്നിട്ടുണ്ടാവാം, മറ്റൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ടാവാം. പിന്നീട് അങ്ങോട്ട് ഉമ്മ പെണ്ണ് തെരച്ചിലായിരുന്നു. ഉമ്മയെ എതിർക്കാതെ ഞാനൊക്കെയും സമ്മതം മൂളി കൊടുക്കുമ്പോൾ പാത്തുവിൻ്റെ മുഖത്ത് എന്തോ ഒരു ദുഃഖം നിഴലിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞു കേട്ട് ഞാനൊന്ന് വല്ലാതായിപ്പോയി. അവിടെ ഇത്യായി ഇവിടെ കയറി വരേണ്ടത് സൈറയാണെന്ന്. സൈറത്തെ അല്ലാതെ മറ്റാരും എൻ്റെ കാക്കൂന് വേണ്ടെന്ന്. മറ്റാരെയും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൾ മുഖം പൂഴ്ത്തി കരയുമ്പോൾ എനിക്ക് മറുപടി കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ഒരുവിധം ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി. നിന്റെ കാക്കൂനെ വേണ്ടാത്തവൾക്ക് വേണ്ടിയാണോ ഈ കാക്കു കാത്തിരിക്കേണ്ടെന്ന് ഞാൻ അവളോട് ചോദിക്കുമ്പോൾ സൈറത്ത് വരും കാക്കു, ഉറപ്പായും സൈറത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാവുമെന്ന് ഒരുതരം വാശിയോട് അവൾ എന്നോട് പറഞ്ഞെങ്കിലും എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഒരു പുതിയ ജീവിതം ഞാൻ ആഗ്രഹിച്ചു പോയതുകൊണ്ടാവും. ഉമ്മയുടെ അന്വേഷണങ്ങൾക്കൊടുവിൽ എന്തുകൊണ്ടും സൈറയേക്കാൾ നല്ലൊരു പെണ്ണിനെ തന്നെ പടച്ചവൻ വിധിയേകി. പണം കൊണ്ടും പ്രതാപം കൊണ്ടും മൊഞ്ചുകൊണ്ടും അങ്ങനെ സകലത് കൊണ്ട് സൈറയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന തെക്കേ പറമ്പിൽ ഉസ്മാൻ ഹാജിയുടെ ഒരേ ഒരു മകൾ ഉസ്രത്തുൽ ഫെമീന എന്നവളെ ഞാൻ എൻ്റെ നല്ല പാതിയായി സ്വീകരിക്കാൻ പൂർണ്ണ സമ്മതം നൽകി. അപ്പോഴും പാത്തു പ്രതീക്ഷയിലായിരുന്നു. കാക്കൂനെ നിക്കാഹിന് മുന്നേ ഒരു തവണയെങ്കിലും സൈറത്ത് നിങ്ങളെ കാണാൻ വരുമെന്ന്, ഒന്നുമില്ലെങ്കിൽ ഒരു ഫോൺ കോളെങ്കിലും ഉണ്ടാവുമെന്ന്. ആ പ്രതീക്ഷയുടെ ഫലമാണ് ഇന്ന് വന്നിരിക്കുന്ന ഈ കത്ത്. പാത്തു പറഞ്ഞതൊക്കെ നേരാണ്. സൈറ എന്നെ മറന്നിട്ടില്ല, മറ്റൊരു ജീവിതം തുടങ്ങിയിട്ടില്ല. ജീവൻ നഷ്ടപ്പെടുമെന്നാവുമ്പോൾ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതാണ്. പടച്ചോനെ, നാളെ എൻ്റെ നിക്കാഹ്. അവിടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും നെഞ്ചിലേറ്റി പുതുപണ്ടായിരിക്കുന്ന എൻ്റെ ഫെമി. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിലുള്ള ഫെമിയല്ല, സൈറയാണ്. എൻ്റെ സൈറ. എനിക്ക് അവളെ കാണണം. എനിക്ക് വേണം എൻ്റെ പെണ്ണിനെ. ഇല്ല, ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല ഞാൻ അവളെ. ചെയ്ത് തെറ്റായിപ്പോയി, വലിയ തെറ്റ്. സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ വെറുത്തു പോയതല്ലേ ഞാൻ. മറന്നില്ലേ ഞാൻ അവളെ. ഒരിക്കലും അവൾ ഉപേക്ഷിക്കില്ല. എന്നും മരണം വരെ പ്രണയിച്ച് കൂടെ ഉണ്ടാവുമെന്ന് വാക്കുകൊടുത്തിട്ട് ഞാൻ എന്താണ് അവളോട് ചെയ്ത്? കേവലം ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തള്ളിക്കളഞ്ഞല്ലേ ഞാൻ എൻ്റെ സൈറയെ. പടച്ചവൻ പോലും പൊറുക്കില്ല എന്നോട്. നേരെ 1 മണിയായിരിക്കുന്നു. കണ്ണീര് തോരുന്നില്ല. ഒന്ന് രാവിലെ ആയി കിട്ടാൻ റബ്ബിനോട് ദുആ മാത്രമാണ്. നിക്കാഹിന്റെ തലേന്ന് ഒരു പുതുപയ്യനുണ്ടാവുന്ന ഒരു സന്തോഷമോ മനോഹര സ്വപ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല നെഞ്ചിൽ. സൈറ മാത്രമാണ്. അവളെ കാണണമെന്ന ആഗ്രഹം മാത്രം. 1000 ചിന്തകൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമായപ്പോൾ ഫോണെടുത്ത് ഫെമിയെ വിളിച്ചു. കാര്യങ്ങളൊക്കെയും തുറന്നു പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഫോണിലൂടെ അവൾക്ക് മുമ്പിൽ വിതുമ്പിക്കരഞ്ഞു. നിങ്ങൾ പോയി വരിക, കാണണം. അവസാന നിമിഷമെങ്കിലും തമ്മിൽ സംസാരിക്കണം. പറയാൻ ബാക്കി വെച്ച മുഴുവനും മനസ്സ് തുറന്ന് പറയണം. ഇപ്പം സൈറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കാണാനാവും. ചെല്ലണേക്ക് അവളുടെ അടുത്തേക്ക്. നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണം അവളെ. ഒരു മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കില്ലടി പെണ്ണെ എന്ന് പറഞ്ഞ് അവളുടെ കണ്ണുനീര് ഒപ്പിയെടുത്ത് ഇറുകെ പുണരണം. സങ്കടങ്ങൾ അലമുറയിട്ടടിക്കുന്ന മനസ്സിന് ശാന്തതയും ഒപ്പം ചെറു സന്തോഷവും നൽകിയത് ഫെമിയുടെ വാക്കുകളായിരുന്നു. സൂര്യന്റെ വെളിച്ചം മണ്ണിലേക്ക് തട്ടുന്നവരെ കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. സുബഹി ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ പാത്തൂനെയും കൂട്ടി കത്തുവന്ന അഡ്രസ്സും തെരഞ്ഞ് വണ്ടിയെടുത്തു. മനമടുപ്പിക്കുന്ന മരുന്നിന്റെ ഗന്ധം മാത്രം തളം കെട്ടി നിൽക്കുന്ന 18-ാം നമ്പർ റൂമിന്റെ അകത്തേക്ക് കയറിയതും കണ്ണുകൾ സൈറയെ തെരയാൻ തുടങ്ങി. കട്ടിലിൽ തളർന്നു കിടക്കുന്ന പെൺകോലത്തിലേക്ക് നോട്ടം പതിയുന്നതിന് മുന്നേ അടുത്തു നിൽക്കുന്ന പുരുഷനിലേക്കാണ് ശ്രദ്ധ പതിഞ്ഞത്.
അന്ന് അവസാനമായി സൈറയോടൊപ്പം ഉണ്ടായിരുന്ന അതേ വ്യക്തി. ഞാൻ അയാളോട് വല്ലതും സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ പാത്തൂരെ ഏങ്ങലടിയോടെ സൈറ താന്ന് വിളിച്ചുകൊണ്ട് കട്ടിലിൻ്റെ അടുത്തേക്ക് ഓടിയിരുന്നു. അന്നേരമാണ് ഞാൻ അവളിലേക്ക് നോട്ടമെറിഞ്ഞത്. റബ്ബേ, സൈറ ഇതിൻ്റെ ആ പഴയ ഫ്രീക്കത്തിപ്പെണ്ണ് തന്നെയാണോ? അവളുടെ രൂപവും കോലവുമൊക്കെ കണ്ട് വല്ലാത്ത മരവിപ്പ് തോന്നി. കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു, എല്ലുകൾ പുറന്തള്ളിയിരിക്കുന്നു, തലയാകെ പൊതിഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്നു, ആകെ കൂടെ മെലിഞ്ഞ് വികൃതമായിരിക്കുന്നു. എന്നെയും പാത്തൂനെയും കണ്ടതും അവളുടെ വാടിയുണങ്ങിയ മുഖത്ത് പത്തരമാറ്റിൻ്റെ തിളക്കമുള്ളൊരു പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരിക്കൊപ്പം തന്നെ ചുടുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. പതിയെ അവളുടെ ഓരം ചേർന്നിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകളും നാവും ഒരുപോലെ വറ്റിയിരുന്നു. എന്ത് പറയണമെന്നോ എന്ത് ചോദിക്കണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ പോലും അറിയില്ലായിരുന്നു. സൈറ. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വിളി. ഇങ്ങനെയൊന്നും അവൾ അത്രയും പ്രതീക്ഷിച്ചുകൊണ്ടാവണം അടുത്ത സെക്കൻഡിൽ ഒരു മൂളലിനൊപ്പം റയാൻ എന്ന് വിളിച്ചുകൊണ്ട് അവൾ മുഖം പൊത്തി വിതുമ്പിയത്. സൈറ, എനിക്കൊന്നും അറിയില്ലായിരുന്നടി. അറിഞ്ഞിരുന്നെങ്കിൽ തനിച്ചാക്കിലായിരുന്നു ഇത്രയും നാള്. ഈ വേദനയെ പേറി നടക്കാൻ നിന്നോടൊപ്പം ഞാനുണ്ടായേനെ സൈറ. എന്തേ വിളിച്ചില്ല? എന്തേ ഒരു തവണ പോലും മുന്നിലേക്ക് വന്നില്ല? എന്തിനായിരുന്നു സൈറ എന്നോട് ഇങ്ങനെയൊക്കെ? ഒക്കെയും പറയായിരുന്നില്ലേ? ഇത്രയും നാളുകൾ ഇങ്ങനെ മറഞ്ഞു നിൽക്കണമായിരുന്നോ? വയ്യെന്നറിഞ്ഞിരുന്നെങ്കിൽ റയാൻ വരുമായിരുന്നല്ലോ. മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാണല്ലേ? റബ്ബിൻ്റെ വിധിക്ക് മുന്നിൽ നീ എന്നെ തനിച്ചാക്കി അകന്നതാണല്ലേ? ക്ഷമിക്കണം പെണ്ണെ, പൊറുക്കണം എന്നോട്. നിന്നെ അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു, മറക്കാൻ പാടില്ലായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഞാൻ വരണമായിരുന്നു നിന്നെയും തേടി. ഒരു വിധിക്കും വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ദുഷ്ടനാണ് സൈറ. നിന്റെ സ്നേഹത്തിന് ഞാനൊരു വിലയും കൽപ്പിച്ചില്ല. നിന്റെ പ്രണയം കൽബ് തൊട്ടറിഞ്ഞതായിരുന്നിട്ട് പോലും ഞാനതിനെ മനസ്സിലാക്കിയില്ലല്ലോ. തെറ്റുപറ്റിപ്പോയടി, മാപ്പ്. ഇത്രയും നാൾ നീ എന്നെയും മനസ്സിലിട്ടുകൊണ്ട് ഇവിടെ ജീവിതത്തിനും മരണത്തിനിടയിൽ കിടക്കുമ്പോൾ ഞാൻ അവിടെ നിന്റെ ഓർമ്മകൾ പോലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. മറ്റൊരുത്തിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. തെറ്റല്ലേ സൈറ ഞാൻ ചെയ്തു? എനിക്കറിഞ്ഞൂടാ. എനിക്ക് വേണം സൈറ നിന്നെ. എനിക്ക് വേണം. ഒരു വിധിക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നിന്റെ ഈ അവസാന നിമിഷങ്ങളിലെങ്കിലും എനിക്ക് നിന്റെ ആ പഴയ പ്രീതമനായി മാറണം. സൈറ ഇല്ലെങ്കിൽ പിന്നെ റയാനില്ലടാ. വീണ്ടും ഒന്നാവണം, സെഹ്റായാനാവണം. പാതിയിൽ നഷ്ടപ്പെട്ട നമ്മുടെ പ്രണയം വീണ്ടും ജനിക്കണം. സൈറ, പറ്റില്ലേ നിനക്ക്? റയാന്റെ പെണ്ണാവാൻ പറ്റില്ലേന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ എൻ്റെ കണ്ണുകളിൽ നിന്നും മലവെള്ളം കണക്ക് ചുടുനീർ പൊട്ടിയൊഴുകി തുടങ്ങിയിരുന്നു. റയാൻ. നേരിയ സ്വരത്തിൽ അവളുടെ വിളി കാതിൽ പതിഞ്ഞു. ഒപ്പം അവളുടെ വരണ്ട് മെലിഞ്ഞ കൈ തൻ്റെ കവിളിലൂടെയുള്ള കണ്ണുനീർത്തുള്ളികൾ മായ്ച്ചു കളഞ്ഞു. നീ ആഗ്രഹിച്ച പോലെ തന്നെ നീ ഇപ്പോൾ ഒരു കോളേജ് അധ്യാപകനാണല്ലേ? പഠന കാലഘട്ടത്തിൽ നിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നല്ലോ ഉമ്മച്ചി ആഗ്രഹിച്ച പോലെ ഒരു ജോലി നേടണമെന്ന്. എനിക്കറിയായിരുന്നു നീ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന്. നീ അറിയാതെ എൻ്റെ പ്രാർത്ഥന എന്നും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു റയാൻ. ഇന്ന് നിക്കാഹാണല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയാ നിന്റെ പെണ്ണ്? എന്നെ പോലെ സുന്ദരിയാണോ? ഓ, ഞാൻ മറന്നു റയാൻ. ഇപ്പൊ സൈറ വെറുകളിലും തൂലാണെന്ന്. ദേ നോക്കി, എൻ്റെ മുഖം ശ്രദ്ധിച്ചോ നീ? നിനക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു എൻ്റെ ആ കരിനീല മിഴികൾ ഇന്നില്ല റയാൻ. നീ എന്നും പറയായിരുന്നല്ലോ ഈ ഫ്രീക്കത്തി പെണ്ണിന് ഇത്രയും നീളം കൂടി ഇടതൂർന്ന മുടിഴകൾ ഒട്ടും തന്നെ ചേരുന്നില്ലെന്ന്. എത്രയൊക്കെ മോഡേൺ ആയാലും അഴകാർന്ന എൻ്റെ മുടിയെ വെട്ടിമാറ്റി ഞാൻ ഫാഷനാവാൻ തയ്യാറല്ലായിരുന്നു. എന്നിട്ട് നോക്കിയേ, ഇപ്പൊ തല മാത്രമേ ഉള്ളൂ, ഒരു മുടി പോലും ഇല്ല. വാക്കുകളിലൂടെ പരസ്പരം പ്രണയം കൈമാറുമ്പോൾ മറ്റാരും കേൾക്കാൻ നീ പറയായിരുന്നില്ലേ? പനിനീർ പൂവ് പോലും തോറ്റുപോകുന്ന എൻ്റെ അധരങ്ങളിലെത്തി എന്തുകിരുന്ന വണ്ടാവണം എനിക്കെന്ന്. ഇന്ന് എവിടെ അറിയാൻ? എവിടെ അതൊക്കെ? വരണ്ടുണങ്ങിയ ഈ ചുണ്ടുകളിൽ നിന്ന് അസഹനീയമായ ഗന്ധമാണ്. എൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാട്ടെ അറിയാൻ. ഇനി ഈ ദേഹത്ത് വേദനിക്കാൻ ഒരിടവും ബാക്കിയില്ല. മരുന്നും മന്ത്രവും സൂചിയും കത്തിയുമായി ഇന്ന് ഈ ശരീരം വേദന അറിയാത്ത ഒരിടം പോലും ബാക്കിയില്ല. ആളുകളായി ഉറക്കം പോലും എന്നെ തലോടാറില്ല. വേദന മാത്രം, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വേദന മാത്രം. മനഃപൂർവ്വം വരാതിരുന്നതാ. നീ എന്നെ തെറ്റിദ്ധരിച്ചു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ സൈറ ഇല്ലാതായത്. അന്ന് എനിക്കൊക്കെയും തുറന്നു പറയായിരുന്നു. അന്ന് നീ എന്നോടൊപ്പം കണ്ട ഇവൻ എൻ്റെ കസിൻ ബ്രദറാണെന്നും
അന്ന് അവൻ ഈ കോളേജിൽ വന്ന് എൻ്റെ അസുഖം ഇവർ എന്നോട് തുറന്നു പറയാനായിരുന്നെന്ന്. അതിലുപരി ഇവൻ ഇന്നെന്നെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്കുണ്ടാകുന്ന വല്ലായ്മ കാരണം തിരക്കാൻ വേണ്ടി ഞാനിന്നൊരിക്കലും ഇവിടെ ചെക്കപ്പിന് വന്നിരുന്നു. എനിക്ക് നേരിയ തോതിൽ സംശയം ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. റിസൾട്ട് എന്ത് തന്നെയായാലും ഉടൻ എന്നെ അറിയിക്കണമെന്ന് എൻ്റെ നിർബന്ധപ്രകാരം അന്നിവൻ കോളേജിലേക്ക് വന്ന്. മറ്റൊന്നിനും വേണ്ടിയല്ല, അവിടേക്ക് വന്ന് കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറയണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇവൻ കോളേജിലേക്ക് തന്നെ വന്നത്. പക്ഷെ അപ്പോഴേക്ക് നീ കണ്ടത് മറ്റൊന്നായിരുന്നു. അല്ല, മറ്റൊരു തരത്തിലായിരുന്നു. എൻ്റെ അസുഖ വിവരറിഞ്ഞ് ശംഖുപൊട്ടി ഞാൻ ഇവൻ്റെ നെഞ്ചിലമർന്ന് കരയുന്നതാണ് നീ കണ്ടത്. അന്ന് നീ എനിക്ക് മുമ്പിൽ നടത്തിയ പ്രകടനം എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി എനിക്ക് ഇവരും ഒരുപോലെ തെറ്റുപറ്റി. അന്ന് നീ അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഹൃദയവും കൊണ്ടാണ് പോയത്. ഒന്നല്ല, രണ്ടായിരുന്നു അന്നേരത്തെ വേദന. റയാൻ എനിക്കിനി വെറും ഓർമ്മകൾ മാത്രം. കാരണം ഞാൻ മരണത്തിന് കീഴ്പ്പെടാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. നിന്നെ ഓർത്ത് ഞാൻ കരയുന്ന കാണുമ്പോഴേക്ക് ഇവൻ എന്നോട് പറയായിരുന്നു, ഒക്കെ നിന്നോട് തുറന്നു പറയാം. നിനക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ പറയാം സൈറ. റയാനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഞാനാ തടഞ്ഞത്. മനഃപൂർവ്വം നിന്നിൽ നിന്ന് അകന്നു മാറിയതാ. എനിക്കറിയായിരുന്നു എനിക്ക് വയ്യെന്നറിഞ്ഞ് നീ എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ലെന്ന്. നീ നിന്റെ സ്വപ്നങ്ങൾക്കൊന്നും പിന്നീട് വില കൊടുക്കില്ലെന്ന്. എനിക്ക് വേണ്ടി നിന്റെ ജീവിതം ഇല്ലാതാക്കുമെന്ന്. ഒരിക്കലും നിന്നെ എൻ്റെ മുമ്പിലേക്ക് വരുത്തണമെന്ന് ആഗ്രഹിച്ചല്ല അറിയാം. എങ്കിലും എനിക്ക് വയ്യ. മനസ്സിൽ നീ മാത്രം. കണ്ണടച്ചാൽ തെളിയുന്നത് നിന്റെ രൂപം. മരണനെ പുൽകുന്നതിന് മുന്നേ ഒരു തവണ നിന്നെ കാണാൻ തോന്നി. നിന്റെ മനസ്സിൽ എന്നുള്ള ദേഷ്യവും വെറുപ്പും മാറ്റണം തോന്നി. മതി, ഇത്രയും മതി. ഇത് തന്നെ എനിക്ക് ധാരാളം. ഇനി എനിക്ക് സന്തോഷത്തോടെ പോവാം. പാത്തുമ്മ, ഈ നല്ലോണം പഠിക്കണുണ്ടല്ലോ അല്ലേ? എന്താ എൻ്റെ ആഗ്രഹം? ഡോക്ടർ ആവണമെന്നല്ലേ? ആവട്ടോ. കാക്കുവിനെ പോലെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത അണക്കും എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇതെന്നും മോൾക്ക് വേണ്ടി റബ്ബിനോട് തേടാറുണ്ട്. അതോ നേരെ വൈകുന്നു. റയാൻ നിക്കാഹാണ്, മറന്നോ നീയത്? എഴുന്നേറ്റ് പെട്ടെന്ന് പോവാൻ നോക്ക്. അവിടെ നിനക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അവൾ ഭാഗ്യവതിയാ. ചെന്നാട്ടെ. ഒരു പുതുജീവിതത്തിലുള്ള സ്വപ്നങ്ങൾ നെയ്തെടുത്ത് അവളവിടെ കാത്തു നിൽപ്പുണ്ടാവും. എനിക്ക് കാണണമെന്ന് അല്ല, നിക്കാഹിനും വരണമെന്ന്. വാക്കുകൾ മുഴുമിക്കും മുന്നേ ഞെട്ടറ്റ താമരത്തണ്ട് പോലെ അവൾ എന്നിലേക്ക് തളർന്നു വീണു. സൈറ, പറയാൻ എനിക്കൊന്നുമില്ല. നീ വിഷമിക്കാതെ. ഇതിടക്കൊക്കെ പതിവുള്ളതാ. കൂടുതൽ സംസാരിക്കാൻ പാടില്ലെന്ന് ഇവൻ കൂടെ കൂടെ പറയുന്നതാ. ആരോടും സംസാരിക്കാറില്ല. പക്ഷേ ഇന്നെന്താണാവും, നാവിന് വല്ലാത്തൊരു ഉന്മേഷം. സൈറ, ഞാൻ പോവില്ല. എനിക്ക് വേണം നിന്നെ. റയാൻ സൈറക്കുള്ളതാ. ഞാൻ നിൻ്റേതാണ് സൈറ, ഞാൻ നിൻ്റേതാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾ കിടന്നിടത്തേക്ക് നീങ്ങിയിരുന്ന് അവൾ ഇറുകെ പുണർന്നു. എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അവളുടെ നെറ്റിയിൽ കണ്ണീരിൽ കുതിർന്നൊരു ചുംബനം അർപ്പിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അവൾ എൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് മരണത്തിനെ പുൽകാനായിരുന്നുവെന്ന്. ആ ചേർത്ത് പിടിക്കൽ അവസാനത്തേതാണെന്ന്. കുഞ്ഞിപ്പാത്തുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിശബ്ദ ഹോസ്പിറ്റലിൻ്റെ പടിയിറങ്ങുമ്പോഴും മനസ്സ് ശൂന്യമായിരുന്നു. ഒരു വിചാരവികാരങ്ങളും ഇല്ലാതെ മൂകമായ അവസ്ഥയിലും ശരീരത്തോടൊപ്പം മനസ്സിനെയും ഞാൻ ചലിപ്പിച്ചു വിട്ടു ഫെമിയുടെ അടുത്തേക്ക്. എൻ്റെ സൈറയുടെ അവസാന ആഗ്രഹമെന്നോണം.